വൈദ്യപരിശോധന പൂർത്തിയാക്കി. നിലമ്പൂരിൽ ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? എത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നിലമ്പൂരിലെ കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജായിട്ടുള്ള സാറ ഫാത്തിമയ്ക്ക് മുൻപിലാണ് പി വി അൻവറിനെ അതിലേക്ക് ആയിട്ടാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ജഡ്ജിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജാമ്യം ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പി വി അൻവർ ഉള്ളത്. പക്ഷെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നു. ജാമ്യം കിട്ടുന്ന വകുപ്പുകളല്ല. ഇനി ഇതിന് വക്കീലെ കൊടുത്ത് നിർത്തിയിട്ട് നമ്മൾ ഫുൾ ആവേണ്ട കാര്യമില്ലല്ലോ. നാളെ രാവിലെ കോടതിയിൽ കൊടുക്കും. പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് എൻ്റെ അവസ്ഥ. അത് മനസ്സിലാക്കിയാൽ മതി. RSS എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുക. ഇന്നിപ്പോ ജാമ്യത്തിൽ ശ്രമിക്കില്ല. മജിസ്ട്രേറ്റ് എന്ത് തീരുമാനമെടുക്കും നമുക്ക് അറിയില്ലല്ലോ. തീർച്ചയായിട്ടും കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് വേണ്ടി വന്നാൽ ജയിലിൽ കിടക്കാമെന്ന് ഉറച്ചു തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ വ്യക്തവുമാണ്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളല്ല ചുമത്തിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ വെറുതെ വക്കീലിനെ കൊണ്ട് വരേണ്ടതില്ലല്ലോ എന്നതാണ് ഇപ്പോൾ പി വി അൻവറിന്റെ മറുപടി. നാളെ ഏതായാലും കോടതി വഴി ജാമ്യാപേക്ഷ സാധ്യതയുണ്ടോ? ഈ വിഷയം ഒന്ന് സീരിയസ് ആയി ജനങ്ങളും സർക്കാരും കൺസിഡർ ചെയ്യോ? അങ്ങനെയെങ്കിൽ ഈ മലയോര മനുഷ്യർക്ക് ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന്. ഈ PDPP ആക്ട് കിട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ആവശ്യമായി വന്നത്. അല്ല, അതിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിലടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ കണ്ടത് പോലീസ് വലിയൊരു ബലപ്പെടുത്തമാണ്, ഒരു മൽപ്പിടുത്തം ഞങ്ങളൊക്കെ നേരിട്ടു. അത്രയൊരു മൽപ്പിടുത്തമൊക്കെ ഒരു MLA അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടോ? അല്ല, അതിപ്പോൾ ദാവൂദ് ഇബ്രാഹിം അല്ലേ, മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക. പിണറായിക്കെതിരെ പറഞ്ഞാൽ PV അൻവർ MLA സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ? നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവിടെ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത്. അതുകൊണ്ടല്ലേ ഇത്ര വലിയ പോലീസ് സന്നാഹം. എനിക്കൊരു നോട്ടീസ് എന്നാൽ ഞാൻ പോയി അറസ്റ്റ് വരിക്കില്ലേ? എന്തിനാ എത്ര വലിയ ഭീകരത ഈ പാതിരാത്രിയിൽ? എന്ത് കൊലക്കുറ്റാ ചെയ്തിട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക, ഭീതിപ്പെടുത്തുക. മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 3.5 കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട്, എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികളെന്നല്ല പറഞ്ഞത്. പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല.